സത്യത്തിൽ പാകിസ്ഥാനെ കൊലയ്ക്ക് കൊടുക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ചീഫ് ഓഫ് സ്റ്റാഫുമായ അസീം മുനീർ. ഗാസ ഇസ്രായേൽ യുദ്ധത്തിൽ ഗാസയെ സഹായിക്കാൻ, ഗാസയിലെ ഹമാസിനെ സഹായിക്കാൻ ആദ്യമായ ഒരു ഇസ്ലാമിക രാജ്യം സൈനികരെ വിട്ടു നൽകുന്നു. പാകിസ്ഥാന്റെ ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടു കൂടി കാണുകയാണ് ഇസ്രായേൽ. പാകിസ്ഥാന്റെ സൈന്യം ഗാസയിൽ ഇറങ്ങുകയാണെങ്കിൽ ആ നിമിഷം മൊസാദിന്റെ ഏജന്റുമാർ പാകിസ്ഥാനിലേക്ക് പറന്നിറങ്ങും. അസീം മുനീറിന്റെ മാത്രമല്ല, ഷഹബാസ് ഷെരീഫിന്റെയും മറ്റ് പാകിസ്ഥാൻ നേതാക്കന്മാരുടെയും തല ചിതറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മൊസാദിന്റെ ഏജന്റുമാർ ഇതിനകം തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ടു എന്നുള്ള ചില സൂചനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് 5000 സൈനികരെ ഗാസയിലെ ഭീകരന്മാർക്ക് വിട്ടു നൽകാമെന്നാണ് അസീം മുനീർ വാക്കു നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാന്റെ എല്ലാം അസീം മുനീറാണ്. വെറും ഒരു പാവ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ്. ആ പാവ പ്രധാനമന്ത്രിയുടെ ഗതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാൻ വേണ്ടി 40 മിനിറ്റ് കാത്തിരുന്നു. പുടിൻ വന്നില്ല. തൊട്ടടുത്ത് തുർക്കിയുടെ നേതാവ് എർദോഗനുമായി ചർച്ച നടന്ന മുറിയിലേക്ക് ഷഹബാസ് ഷെരീഫ് കയറി ചെന്നു. ഷഹബാസ് ഷെരീഫിനും കൂടെ എത്തിയ ഉദ്യോഗസ്ഥർക്കും ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടിയില്ല. ഒടുവിൽ നാണം കെട്ട മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഷഹബാസ് ഷെരീഫിന്റെ ആ ദൃശ്യങ്ങൾ റഷ്യയുടെ ഔദ്യോഗിക മാധ്യമം തന്നെയാണ് പുറത്തുവിട്ടത്. ഇത്രയേ ഉള്ളൂ പാകിസ്ഥാന് ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിലയും നിലയും. ആ പാകിസ്ഥാനാണ് ഇപ്പോൾ ലോക തീവ്രവാദത്തിന്റെ അപ്പോസ്തലന്മാരാവാൻ പോകുന്നത്, ലോക തീവ്രവാദത്തിന്റെ തലതൊട്ടപ്പന്മാരാകാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതുവരെ ഇറാൻ എന്ന രാജ്യം പോലും ഗാസയിൽ ഹമാസിനെ സഹായിക്കാൻ സേനയെ വിട്ടുകൊടുത്തിട്ടില്ല. നേരത്തെ തുർക്കി വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു, തുർക്കിയും വിട്ടുകൊടുത്തില്ല. ഈജിപ്റ്റ് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞു, ഈജിപ്റ്റും വിട്ടുകൊടുത്തില്ല. എന്തിനേറെ പറയുന്നു, ഹൂതികളും അതുപോലെ ഹിസ്ബുള്ളയും അല്ലാതെ ഹമാസിന് വേണ്ടി നേരിട്ട് യുദ്ധം ചെയ്യാൻ ആരും ഇറങ്ങിയിട്ടില്ല. ആ സ്ഥാനത്താണ് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലി സേനയെ ആക്രമിക്കാനായി 5000 സൈനികരെ വിട്ടുകൊടുക്കുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ മൂന്നാമത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പുറപ്പെടുകയാണ് അസീം മുനീർ. എങ്ങനെയെങ്കിലും ഇന്ത്യയെ ആക്രമിക്കണം, എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഒന്ന് ഇല്ലായ്മ ചെയ്യണം. അതിനാരുടെയൊക്കെ കൂട്ടുപിടിക്കാമോ ആ കൂട്ടെല്ലാം പിടിച്ചു. സൗദി അറേബ്യയെ കൂട്ടുപിടിച്ചു, അവരുമായി ആണവ കരാർ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് പ്രയോജനം? ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോ തിരിഞ്ഞു നോക്കിയില്ല സൗദി അറേബ്യ. സൗദി അറേബ്യ പോട്ടെ, ഇന്ത്യ ആക്രമിച്ചത് പോട്ടെ, ആ താലിബാൻ സൈന്യം, തെഹ്രീക്ക് താലിബാൻ ഒക്കെ കയറി ഇറങ്ങി നിരങ്ങുകയാണ്. ബലൂജ് മേഖലയിൽ ബലൂചിസ്ഥാൻ ആർമി കയറി അടിക്കുകയാണ്. എന്നിട്ട് പോലും ഒരൊറ്റ ഇസ്ലാമിക രാജ്യം ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ പിന്തുണയ്ക്കാൻ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഇതെല്ലാം പോരാഞ്ഞിട്ട് 5000 സൈനികരെ വാടകയ്ക്ക് കൊടുക്കുകയാണ്. ആർക്കാണ്? അമേരിക്കയ്ക്ക്. എന്തിനു വേണ്ടിയാണ്? ഗാസയിൽ ഹമാസിനെ സഹായിക്കാൻ, ഇസ്രായേലിനെ നേരിടാൻ. ഒരാളുടെ തലയ്ക്ക് വിലയിട്ടുകൊണ്ട്, സ്വന്തം സൈനികന്റെ തലയ്ക്ക് വിലയിട്ടുകൊണ്ട് വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്നു ഈ പാകിസ്ഥാൻ. എന്തായാലും ഗാസയിൽ ഹമാസിനെ പിന്തുണയ്ക്കാൻ പാകിസ്ഥാന്റെ സൈന്യം ഒന്ന് ഇറങ്ങിയാൽ, ഒരൊറ്റ സൈനികൻ ആ ഗാസയുടെ മണ്ണിൽ കാലുകുത്തിയാൽ പാകിസ്ഥാനെ ഇസ്രായേൽ തീർക്കും. മൊസാദിന്റെ ചാരന്മാർ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പറന്നിറങ്ങും. ഇസ്രായേലിന്റെ ഡ്രോണുകളും ഇസ്രായേലിന്റെ പോർ വിമാനങ്ങളും പാകിസ്ഥാന്റെ മണ്ണിൽ തീ തുപ്പുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യക്ക് തീർക്കാൻ വേണ്ടി ഇസ്രായേൽ ബാക്കി വച്ചിരിക്കില്ല പാകിസ്ഥാനെ. പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാവുന്ന കാലമാണ് നമുക്ക് മുന്നിൽ എത്തിപ്പെടുന്നത്.